അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അൽഫായിസീൻ. അമ്മാ ബഅദ്. വിസ്ഡം ഹദീസ് ക്ലാസ് 2958. ഇന്നത്തെ ഹദീസിൽ പരാമർശിക്കുന്നത് തണുപ്പുള്ള സമയത്ത് വുളു എടുത്താലുള്ള നേട്ടം. അതേക്കുറിച്ച് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച കാര്യം. ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് നിവേദനം. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല, നിശ്ചയം ഹബീബ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അലാ അദുല്ലുക്കും, ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ, അലാ മാ യംഹുല്ലാഹു ബിഹിൽ ഖതായ, ഒരു കാര്യം, ആ കാര്യം ചെയ്താൽ അല്ലാഹു തആല ദോഷങ്ങൾ, നമ്മുടെ തെറ്റുകൾ മായ്ച്ചു കളയും. നമ്മുടെ തെറ്റുകൾ അത് എഴുതി വെച്ച ഏടിൽ നിന്ന് തന്നെ മായ്ച്ചു കളയും. അഥവാ തെറ്റുകൾ അല്ലാഹു തആല പുറത്തു തരും. അത്തരത്തിലുള്ളൊരു നന്മ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരട്ടെയോ, അറിയിച്ചു തരട്ടെയോ. വയർഫഉ ബിഹി ദറജാത്ത്, മാത്രമല്ല ആ നന്മ കാരണമായിട്ട് അല്ലാഹു തആല ദറജകൾ ഉയർത്തും. ആഖിറത്തിൽ നമ്മുടെ പദവി ഉയരും. അള്ളാഹുവിൻ്റെ അടുക്കൽ നമ്മുടെ സ്ഥാനം ഉയരും. അല്ലാഹു തആല അവർക്ക് സ്വർഗത്തിൽ ഉന്നത സ്ഥാനം നൽകും എന്നർത്ഥം. അത്തരത്തിൽ ഈ രണ്ട് വലിയ നേട്ടങ്ങൾ ലഭിക്കുന്ന ഒരു പുണ്യകർമ്മം ഞാൻ പറഞ്ഞു തരട്ടെയോ, അറിയിച്ചു തരട്ടെയോ. ഖാലൂ ബലാ യാ റസൂലല്ലാഹ്, സ്വഹാബികൾ പറഞ്ഞു, അതേ നബിയെ, പറയൂ നബി, അത്രയ്ക്ക് മഹത്വമുള്ള അമൽ എന്താണ്? ഖാല, ആ സമയത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇസ്ബാഉൽ വുളൂഇ അലൽ മകാരിഹി, വെറുപ്പുള്ള സമയത്ത് വുളൂ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യൽ. മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു. അതിലൊന്ന്, വെറുപ്പുള്ള സമയങ്ങളിൽ വുളൂ പൂർണ്ണമായിട്ട് ചെയ്യുക. വെറുപ്പുള്ള സമയം എന്ന് പറഞ്ഞാൽ വുളൂ എടുക്കാൻ പ്രയാസം തോന്നുന്ന സമയം. ഒന്ന്, തണുപ്പുള്ള ടൈം, നല്ല തണുപ്പുണ്ട്, ആ സമയത്ത് തണുപ്പുള്ള വെള്ളം വുളൂ എടുത്താൽ ഒരു ചെറിയ പ്രയാസം തോന്നും, വുളൂ എടുക്കാൻ തന്നെ മടി തോന്നും. എന്നാൽ ആ സമയത്ത് അതിനെ അവഗണിച്ച്, ആ പ്രയാസത്തെ അവഗണിച്ച് വുളൂ എടുക്കാൻ കഴിഞ്ഞാൽ അതൊരു വലിയ മഹത്വമാണ്. അതുപോലെ തന്നെ ചില സമയത്ത് ചില രോഗങ്ങൾ വരുമ്പോൾ വെള്ളം ശരീരത്തിലേക്ക് തട്ടിക്കാൻ വളരെ വിഷമം തോന്നും, വളരെ അനിഷ്ടം തോന്നും. അത്തരം ഘട്ടങ്ങളിലും അസുഖം കൂടുമെന്ന സാഹചര്യം ഉണ്ടാകുമ്പോഴല്ല, വെള്ളം തൊട്ടാൽ അസുഖം കൂടുമെന്നും അല്ലെങ്കിൽ ഒരിക്കലും മാറാത്ത രൂപത്തിലേക്ക് അസുഖം മാറും, അങ്ങനത്തെ സാഹചര്യം ഉണ്ടാകുമ്പോൾ അവിടെ താമം ചെയ്താൽ മതി. ഇതങ്ങനെയല്ല, മടി വന്നു, ചില അസുഖം വരുമ്പോൾ പ്രത്യേകം മടി വരുന്നുണ്ടെങ്കിൽ അവിടെ ആ മടി അവഗണിച്ച് വുളൂ എടുത്താൽ ഈ പുണ്യം ലഭിക്കും. അതുപോലെ കസ്റത്തുൽ ഖുതാ ഇലൽ മസാജിദ്, പള്ളിയിലേക്ക് ചവിട്ടടി അധികരിക്കൽ എന്ന് പറഞ്ഞാൽ വീട് ദൂരെയാണെങ്കിലും പള്ളിയിലേക്ക് നിസ്കാരത്തിന് വേണ്ടി പോകാൻ ശ്രമിക്കുന്നത്, അതിനുവേണ്ടി നടക്കുന്നത്, അതും ഈ വലിയ പുണ്യം ലഭിക്കാൻ കാരണമാണ്. വന്തിലാറു സ്വലാത്തി ബഅദ സ്വലാ, ഒരു നിസ്കാരം കഴിഞ്ഞ് അടുത്ത നിസ്കാരം വരെ അവിടെ തന്നെ പള്ളിയിൽ തന്നെ കാത്തിരിക്കൽ, പ്രതീക്ഷിച്ചിരിക്കൽ. ഫദാലിക്കുമുർ റിബാത്ത്, ഇതാണ് റിബാത്ത്. റിബാത്തിൻ്റെ ഏറ്റവും പുണ്യമായ കർമ്മങ്ങളിൽപ്പെട്ട ഒന്നാണ് ഈ കാര്യങ്ങൾ, നിസ്കാരത്തിന് വേണ്ടി കാത്തിരിക്കലൊക്കെ. റിബാത്ത് എന്ന് പറഞ്ഞാൽ ഒരു വിഷയത്തെ, ഒരു കാര്യത്തിൽ തന്നെ നമ്മുടെ ശരീരവും മനസ്സും ബന്ധിക്കുക, നിലനിർത്തുക, ഒരു കാര്യത്തിൽ ഉറപ്പിക്കുക. അത് വലിയ പുണ്യമുള്ള കാര്യമാണ്. അല്ലാഹു തആല പുകഴ്ത്തി അല്ലാഹു തആല വലിയ പ്രതിഫലം നൽകുന്ന കാര്യമാണ്. ആകയാൽ ഈ മൂന്ന് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിലനിർത്താൻ ശ്രമിച്ചാൽ അത് നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും ഉന്നത സ്ഥാനം ലഭിക്കാൻ കാരണമായി തീരും. അല്ലാഹു തആല നമ്മിൽ നിന്ന് അതൊക്കെയും ഖബൂൽ ചെയ്യുമാറാവട്ടെ. ഇത്തരം നന്മകൾ ജീവിതത്തിൽ പകർത്താൻ അല്ലാഹു ഭാഗ്യം നൽകുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.